parents during a PTA meeting part 3, chess number 3, not satisfied at any cost. നമസ്കാരം മാം, ഞാൻ റെനയുടെ അമ്മയാണേ. ഓ, റെനയുടെ അമ്മയാണോ? നമസ്കാരം മാം, നൈസ് ടു മീറ്റ് യു. പിന്നെ റെനനെ കുറച്ച് അറിയാനായിട്ട് സ്കൂളിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ പാരൻസ് മീറ്റിങ്ങിലായിട്ട് എന്താ പറയുക ഡിസ്കസ് ചെയ്തു വരുന്ന അതേ കാര്യം തന്നെയാണ് എനിക്ക് മാമിൻ്റെ അടുത്ത് പറയാനുള്ളത്. ഷീ സച്ച് എ ഡീസൻറ്റ് ഗേൾ. അത്രയ്ക്കൊരു ലവ്ലി ഗേളാണ് അവൾ. എൻ്റെ മാത്രം അഭിപ്രായമല്ല, എല്ലാ സബ്ജക്ട് ടീച്ചേഴ്സിൻ്റെ അഭിപ്രായമാണ് ഞാൻ മാമിൻ്റെ മുന്നിൽ പറയുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു കൊല്ലമെങ്കിലും അങ്ങനെ ഒരു നല്ലൊരു പ്രഷ്യസ് ഡയമണ്ടിന് എൻ്റെ ക്ലാസ്സിൽ കിട്ടിയല്ലോ. നമ്മുടെ ക്ലാസ്സിലോട്ട്, നമ്മുടെ സ്കൂളിലോട്ട് നിങ്ങൾ തന്നൊരു പ്രഷ്യസ് ആയിട്ടുള്ള ഡയമണ്ടാണ് റെന. ഇത് പ്രഷ്യസ്, ദാറ്റ് മച്ച് പ്രഷ്യസ് ടു അസ്. ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പം എന്താ പറയുക, നന്നായിട്ട് നേർച്ചർ ചെയ്യുക അവളെ. എല്ലാ ടീച്ചേഴ്സിനും കണ്ടിന്യൂണിയാണ്, പ്രത്യേകിച്ച് നമ്മുടെ ആർട്ട് മാമിൻ്റെ. ബിക്കോസ് ഷീസ് ആൻ ആർട്ടിസ്റ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നർച്ചർ ചെയ്യാം കേട്ടോ അവളെ. നല്ലൊരു കുട്ടിയാണ്, നല്ല എന്താ പറയുക ഒരു ഡയമണ്ടാണ്. എനിക്ക് പ്രത്യേകിച്ച് പറയാൻ കിട്ടുന്നില്ല, കുറച്ചും കൂടെ പുകഴ്ത്തണം എന്നുണ്ട്, പക്ഷേ എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, പിന്നെന്താ, മാം റിപ്പോർട്ട് കാർഡ് ഇന്നാ മാം അതിലൊന്ന് സൈൻ ഇട്ടേക്ക് കേട്ടോ. പിന്നെ 98% മോൾക്ക് മാർക്ക് ഉണ്ട്, 2% കുറവുള്ള നമുക്ക് സെറ്റാക്കി എടുക്കാം അടുത്ത എക്സാം. ഓക്കെ മാഡത്തിന് എന്ത് കൂളായിട്ടാണ് എൻ്റെ മോൾക്ക് 98% ഉണ്ടെന്ന് പറയാൻ പറ്റുന്നേ? എന്ത് കൂളായിട്ടാണ് മാം ഇപ്പം അത് പറഞ്ഞത്? മാം എന്നെ സംബന്ധിച്ചിടത്തോളം 98% ഉള്ളൂ. പിന്നെ മാം എന്താണ്ട് പറഞ്ഞാൽ 2% പോയിട്ടുള്ളൂ എന്ന്. മാം 2% പോയി, 2% വേണ്ടേ? വേണ്ടേ മാം? എന്താണ് പറഞ്ഞത്? ഇതിനാണോ ഞാൻ എൻ്റെ മോളെ കഷ്ടപ്പെട്ടിട്ട് പൈസ മുടക്കിയിട്ട് പഠിപ്പിക്കാൻ വിടുന്നത്? ഇങ്ങനെയൊക്കെയാണോ? പ്രഷ്യസ് ഡയമണ്ട് ആണ് പോലും എന്നെ സോപ്പിടാനേ. ഇതൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ കൊച്ചിനെ ഞാൻ ഇത്രയും പൈസ മുടക്കി പഠിപ്പിച്ചിട്ട് 98% ഉണ്ടെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ മാഡത്തിന് എങ്ങനെ ധൈര്യം വന്നു മിസ്സേ? ഇതാണോ? എന്തുവാണിത്? എന്ത് റെസ്പോൺസിബിൾ ആണ് നിങ്ങൾ? ഞാനിത് കൺസേൺഡ് അതോറിറ്റിക്ക് കംപ്ലൈൻറ്റ് കൊടുക്കും. ഇന്ന് തന്നെ ഞാൻ നീറ്റ് പോയി കൊടുക്കാൻ പോയി. ഞാൻ കൊടുക്കും, ഒന്നും പറയണ്ട, ഞാൻ കൊടുത്തിരിക്കും. എന്തുവാണിത്? എൻ്റെ കൊച്ച് അത്രയ്ക്ക് എഫേർട്ട് എടുക്കുന്ന കുട്ടിയാണ്. 101% അവർക്ക് 100% കിട്ടേണ്ടതാ. എങ്ങനെ 98% ആയി? ഒന്നും പറയണ്ട, ഞാൻ കൊടുത്തിരിക്കും. ഞാൻ ഇന്ന് തന്നെ പോയി കൊടുക്കാൻ പോവാം. ഞാൻ കാണിച്ചു തരാം. എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ല. ഒരു മിനിറ്റ്. ഹലോ, എടാ സുമതി, നിന്റെ കൊച്ചിന് എത്ര മാർക്കുണ്ടെടാ? നീ പാരൻസ് മീറ്റിങ്ങിന് നേരത്തെ പോയി വന്നതല്ലേ? 97 ഉള്ളൂ. എൻ്റെ അവൾക്ക് 98 ഉണ്ട്. ഇപ്പൊ തന്നെ കുടുംബശ്രീയിൽ എല്ലാവരും വിളിച്ച് പറയട്ടാ. ശരി, കഴിഞ്ഞിട്ടില്ല. ഞാൻ പാതി കത്തിരിക്കാം, പാതി സമാധാനമായിട്ടു. എടാ ലക്ഷ്മി, നിന്റെ മോൾക്ക് എത്ര മാർക്കുണ്ടടാ? 99? അങ്ങനെ വരെ വഴിയില്ലല്ലോ. നീ ഒന്നുകൂടെ ഒന്ന് റിപ്പോർട്ട് കാർഡ് നോക്കിയാൽ ചിലപ്പോൾ വല്ല 95 ആയിരിക്കും. നീ ശരിക്കും നോക്കിയോ? 99 ഉണ്ടോ? എൻ്റെ മോൾക്ക് 100 ഉണ്ട്. നമുക്ക് പിന്നെ സംസാരിക്കാവേ, ഇപ്പത്തെ അന്തരീക്ഷം അത്ര ശരിയല്ല. ശരി, ടാറ്റ. കണ്ടില്ലേ, ഞാൻ ഇനി എങ്ങനെ കുടുംബശ്രീയിൽ പോകും? കുടുംബശ്രീയിലെ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കും. എൻ്റെ കൊച്ചിന് 98% ആണെന്ന് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചാവുന്നേ നല്ലത്. നാണക്കേടുണ്ട്, എൻ്റെ തൊലി ഉരിഞ്ഞു പോകും. നോക്ക്, ലക്ഷ്മി വല്ലതും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മാം എന്തുവാണ് മാം ഇത്? എന്ത് റെസ്പോൺസിബിൾ ആണ് നിങ്ങൾ? ഞാനിത് കംപ്ലൈൻറ്റ് ചെയ്യും. അയ്യോ മാഡം, വി ആർ എക്സ്ട്രീംലി സോറി മാം. ഞാൻ കാല് പിടിക്കാം മാം. കംപ്ലൈൻറ്റ് ചെയ്യില്ല മാം. കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ജോലിനെ ബാധിക്കും മാം. സോറി മാം. ഞങ്ങൾ അടുത്ത വട്ടം ശ്രദ്ധിച്ചോളാം. ഞങ്ങൾ നന്നായിട്ട് റിവിഷൻ ക്ലാസ്സസ് ഒക്കെ കൊടുത്തിട്ട് അടുത്ത വട്ടം അടിപൊളിയാക്കിക്കോളാം. നമ്മൾ ഇപ്രാവശ്യം റിവിഷൻ ക്ലാസ്സസ് ഒക്കെ കൊടുത്തു മാം. അത് എക്സാം പേപ്പർ ടഫായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ പഠിപ്പിക്കാതെ ഒന്നും ഇരുന്നിട്ടില്ല. എല്ലാ ടോപ്പിക്സും കവർ ചെയ്തതാണ് മാം. ഔട്ട് ഓഫ് സിലബസ് ഒന്നും ഒരു ക്വസ്റ്റ്യൻസും വന്നിട്ടില്ല. ഞങ്ങൾ ഇനി ശ്രദ്ധിച്ചോളാം മാം. ഞങ്ങൾ നന്നായിട്ട് റിവിഷൻ ക്ലാസ്സസ് ഒക്കെ കൊടുത്തോളാം മാം. സോറി മാം, എൻ്റെ ജോലിനെ ബാധിക്കും മാം. പ്ലീസ് മാം, അങ്ങനെ ചെയ്യരുതേ. ഇത്തവണത്തേന് മാത്രം ഞാൻ ക്ഷമിച്ചു. അടുത്ത തവണ ഞാൻ ക്ഷമിക്കത്തില്ലേ, ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും. എന്നാലും എൻ്റെ മിസ് ഇങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ. ശരി, ഇത്തവണത്തേന് ഞാൻ ക്ഷമിച്ചു. അടുത്ത വട്ടം ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും. ഒരു എക്സ്ക്യൂസും ഉണ്ടാവത്തില്ലേ. മാഡം, ഇത്തവണത്തേന് മാത്രം ക്ഷമിച്ചാൽ മതി. ഞങ്ങൾ ശ്രദ്ധിച്ചോളാം മാം. ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്കാണ്, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം മാം. പോയിക്കോ, റിപ്പോർട്ട് കാർഡ്. ശരി, ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല.
എന്നാലും ഞാൻ പോവാം. ശരി. ഹാവൂ, ഭാഗ്യം പോയി. ഇങ്ങനെയുണ്ട് ആൾക്കാർ.